ഓരോ കൊച്ചു പൂരുമുണ്ട് പറയാൻ 100 കൂട്ടം കാര്യങ്ങൾ. നമ്മുടെ ഇടയിലും മനോഹരിയായ ഒരു കൊച്ചു പൂവ് വിസ്തയുടെ നർമ്മണം പകർന്നുകൊണ്ട് ജീവിച്ചിരുന്നു. അവളുടെ പേരാണ് വിസ്ത കൊച്ചു ത്രേസ്യ. 1873 ജനുവരി 2-ാം തീയതി ഫ്രാൻസിലെ അലൻസോണ എന്ന കൊച്ചു ഗ്രാമത്തിൽ എല്ലാവർക്കും ആഹ്ലാദം പകർന്നുകൊണ്ട് ലൂയി മാർട്ടിന്റെയും സെലീൻ ഗ്രീനിന്റെയും 40 വള്ളിയിലിരിക്കുന്ന 9ാമത്തെ പുഷ്പമായിരുന്നു വിസ്ത കൊച്ചു ത്രേസ്യ. കൊച്ചുറാണി എന്നായിരുന്നു അവളെ എല്ലാവരും വിളിച്ചിരുന്നത്. 4-ാം വയസ്സിൽ അവളുടെ അമ്മ മരണപ്പെട്ടു. 10 വയസ്സായപ്പോൾ അവൾക്ക് ഗുരുതരമായ രോഗം പിടിപെട്ട് കിടപ്പിലായിരുന്നു. ഒരു പെന്തക്കോസ്ത നാളിൽ അവളുടെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിന്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂകി. അതോടെ അവളുടെ രോഗം വിട്ടുമാറി. നന്മകൾ ചെയ്ത് ഈശോയ്ക്ക് കൊടുക്കുന്ന സുഗന്ധമുള്ള പുഷ്പങ്ങളാണെന്ന് മനസ്സിലാക്കിയ കൊച്ചു ത്രേസ്യ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് എത്ര നന്മകൾ ചെയ്തെന്ന് പരിശോധിക്കുമായിരുന്നു. അവൾ വളർന്നതോടൊപ്പം അവളിലുള്ള വിശുദ്ധയും വളർന്നുകൊണ്ടിരുന്നു. ദൈവവിളി സ്നേഹമാണെന്ന് മനസ്സിലാക്കിയ കൊച്ചു ത്രേസ്യ 15 വയസ്സുള്ളപ്പോൾ കർമ്മലീത്ത മഠത്തിൽ ചേരുവാനുള്ള അനുവാദം ലയോ 13-ാമൻ മാർപ്പാപ്പയിൽ നിന്ന് വാങ്ങുകയും 1890 ജനുവരി 10-ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ സഭാവസ്ത്രം ധരിക്കുകയും അടുത്ത വർഷം സെപ്റ്റംബർ 8-ന് പ്രഥമ വാഗ്ദാനം നടത്തുകയും ചെയ്തു. വെറും 24 വർഷമേ അവളുടെ ജീവിതം നീണ്ടു നിന്നുള്ളൂ. 1925-ൽ 11-ാം പീയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു.